ഹലോ. അങ്ങനെ ഗോവയിലത്തെ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. അപ്പോൾ നമ്മൾ ഇന്നലെ നിന്ന് റൂം വെക്കേറ്റ് ചെയ്ത് ഇപ്പം നമ്മൾ നോർത്ത് ഗോവയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ക്യാബിൽ നിന്നുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല. അപ്പോൾ റൂമിലെത്തിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഏകദേശം ഒരു 12:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കാണ് നമ്മൾ എത്തിയത്. എന്ന് വെച്ചിട്ട് വെയിലാണ്. അപ്പോൾ ഉച്ചക്ക് നമുക്ക് ഈ ബീച്ച്, ഈ നോർത്ത് ഗോവയിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ ബീച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഉച്ചക്ക് നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാനാവില്ല. അതുകൊണ്ട് തന്നെ ഒരു 4 മണിക്ക് ശേഷമാണ് ബീച്ചിലേക്കെല്ലാം പോകാൻ സുഖമില്ല ടൈം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സമയമാകുമ്പോൾ ഇവിടെ എത്തി റൂം എടുത്തിട്ടുണ്ട്. റൂം കണ്ടാലോ? നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. വൺ 120 ആണ് നമ്മളെ റൂം നമ്പർ. ഇതാണ് നമ്മളെ റൂം. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. TV. ഇതാണ് ബാൽക്കണി. ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല, കിട്ടില്ല. ഇതാണ് നമ്മൾ താമസിക്കുന്ന റൂം റിസോർട്ടാണ് കേട്ടോ. ഇതൊരു റിസോർട്ടാണ്. നല്ല കിടിലൻ വൈബുള്ള റിസോർട്ട് എന്ന് പറയാം. സൂപ്പറാണ്. നമ്മൾ ആദ്യം തന്നെ ഇപ്പൊ എത്തിയിട്ടുള്ളത് മോർജിൻ ബീച്ചിലേക്കാണ്. നല്ല ബീച്ചാണ് കേട്ടോ. ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കടകളുണ്ട്. നല്ല ബീച്ചാണ്. ഈവനിങ് ആയിട്ടും ചൂടിന് തീരെ കുറവില്ല കേട്ടോ. നല്ല ചൂടുണ്ട്. എന്നാലും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഇരിക്കാനാവില്ലല്ലോ. നമ്മളൊരു ഫ്രണ്ടും കൂടി ഉണ്ട്. അപ്പം നമ്മൾ അവരെ വണ്ടിയിൽ ഇങ്ങോട്ടേക്ക് വന്നു. ഫോറിനേഴ്സാണ് ഏറ്റവും കൂടുതൽ എല്ലാ ഗോവയിൽ. പിന്നെ പറയണ്ടല്ലോ, ഇവിടെ റഷ്യൻസ് ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലമാണെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. ശരിക്കും നമുക്ക് കേരളത്തിലുള്ളവർക്ക് ഇതൊന്നും വലിയൊരു പുതുമയായിട്ട് തോന്നില്ല. കാരണം നമുക്ക് ഇഷ്ടംപോലെ ബീച്ച് ഉണ്ടല്ലോ. കടലും പുഴയും സംഗമിക്കുന്ന സ്ഥലമാണിത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഫോറിനേഴ്സ് കൂടുതൽ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, അവിടെ അത് രണ്ടും കൂടെ ഒന്നിക്കും. അങ്ങനെ നമ്മൾ വാഗ ബീച്ചിലേക്ക് എത്തി. ഗോവയിൽ വന്നാൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ബീച്ചാണ്. ഇവിടെ വന്നിട്ടെങ്കിൽ ഗോവ ട്രിപ്പ് പൂർണ്ണമാവില്ല എന്നാണ് പറയുന്നത്.
അത്തരത്തിലുള്ളൊരു ബീച്ചാണ് കേട്ടോ. കാണാൻ മാത്രം ഒന്നുമില്ല, പക്ഷെ ആൾക്കാർ രക്ഷയില്ല, ഫുള്ള് ആൾക്കാരാണ്. ഗോവയെ പറ്റി ഗോവ എന്ന് പറഞ്ഞാൽ അതായത് നമ്മളെ വാസ്കോഡ് ഗാമ നമ്മളെ ഉറുമി മൂവിയില്ലേ, അതിലെന്താ ചെയ്യുന്നത്, വാസ്കോഡ് ഗാമയുടെ കൈ വിരൽ മുറിക്കുന്നുണ്ട്. അവർ അങ്ങേര് വിരൽ മുറിച്ചിട്ട് ഓടിയിട്ട് പോയിട്ട് വന്ന് നിൽക്കുന്നത് ഗോവയിലാണ്. പേടിച്ചിട്ട് അങ്ങേര് ഓടി അങ്ങനെ ഗോവയിലേക്ക് വന്നിറങ്ങിയ സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ഇന്നലെ പോകുമ്പോൾ ബോർഡ് കണ്ടില്ലേ, എന്താ വാസ്കോഡ് ഗാമ. അവിടെയാണ് വന്നിറങ്ങിയത്. അവിടെ വന്നിറങ്ങിയിട്ട് അയാളുടെ ബിസിനസ് വീണ്ടും തുടങ്ങി. അതായത് ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്ന കുരുമുളകിന് വേണ്ടിയിട്ട് അയാൾ വീണ്ടും അയാൾക്ക് എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ, നമ്മൾ കേരളത്തിൽ നിന്ന് കുറേ കുരുമുളക് കൊണ്ടുപോയി. അതിനുശേഷം അയാൾ ഇവിടുന്ന് കുറേ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ അയാളുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്തി. അങ്ങനെ പോർച്ചുഗീസുകാരാണ് ഗോവയെ ഈ കാണുന്ന രീതിയിൽ ആക്കിയതെന്ന് നമുക്ക് പറയാം. ഇതിലെല്ലാത്തിനും ഡി ജെ നടക്കുന്നുണ്ടല്ലേ, എല്ലാത്തിനും ഡി ജെ ഉണ്ടാകുന്നു. ഇതാണ് ഫോട്ടോ. വാട്ടർ റൈഡിങ്ങും ഈ കടലിൽ ഇറങ്ങിയല്ലേ കുളിയെല്ലാം നിർത്താൻ വേണ്ടിയിട്ടുള്ള സൈറണാണ് കേട്ടോ ഇത്. जितने भी टूरिस्ट यहाँ पे पानी में सभी के सभी पानी से ऊपर आइए। सुनाई दे रहा है नरम जी? चलिए टाइम हो गया, चलिए ऊपर आइए आप लोग। अभी सभी लोगों को पानी से बाहर निकालने वाले हैं। आप लोगों से शुरुआत हुई है, चलिए आइए बाहर आइए आप लोग। अपने बच्चों को लेके बाहर आना है सामने से। सर जी ब्लू टी शर्ट में जो आवाज सुनाई दे रही है, हिंदी समझ में आ रही है? चलिए ജംഗ്ഷൻ എന്ന് പറയുന്നത് ഹലോ, അങ്ങനെ നമ്മളിപ്പോൾ ഗോവയിലത്തെ ഒരു മാർക്കറ്റിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ രാത്രി ഇല്ലേ മാർക്കറ്റിംഗ് ആണ്, അതിൻ്റെ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ഗോവയിലെ ഏറ്റവും സജീവമായൊരു മാർക്കറ്റാണിത്. എല്ലാ ദിവസവും ഇതുണ്ടോ അതോ വീക്കിലി ഉള്ളതാണോ എങ്ങനെയെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാലും നല്ല രീതിയിലുള്ള ആൾക്കാർ സാധനങ്ങൾ വാങ്ങാനും കാണാനും ഒക്കെ ആയിട്ട് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ മാർക്കറ്റിൽ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു പുറത്ത് നിന്നുള്ള ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. ഇവിടെ ഉള്ളവരെക്കാളും പുറത്ത് നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് അവരിവിടെ വിൽക്കുകയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല റേറ്റുള്ള സാധനങ്ങളാണ് എല്ലാം. ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടാവാം ഇത്രയും റേറ്റ്. ചെറിയൊരു ബ്രേസ്ലെറ്റിന് പോലും 100-ന് മേലെയാണ് അവർ വാങ്ങുന്നത്, നോർമൽ ഒരു ബ്രേസ്ലെറ്റിന്. നൈറ്റ് ലൈഫ് സജീവമായൊരു സ്ഥലമാണ് ഗോവ. ഇവിടെ റെസ്റ്റോറൻറ്റുകളും ഹോട്ടൽസ് ഇതുപോലുള്ള മാർക്കറ്റ്സൊക്കെ 24 hours വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചത്. പിന്നെ ഇവിടെയുള്ള ഷോപ്പുകാരിൽ നിന്ന് അറിയാൻ പറ്റിയത് എന്തെന്ന് വെച്ചാൽ
ടൂറിസ്റ്റുകളെ വരവ് നല്ലോണം കുറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഒന്നാമത് വളരെ എക്സ്പെൻസീവാണ് ട്രാവലിംഗ്, ഫുഡ്, റൂംസിൻ്റെയൊക്കെ വില കത്തി വിലയാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളെ വരവ് കുറഞ്ഞു. അതുകൊണ്ട് ഈ ബാലി, തായ്ലൻഡ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് ആൾക്കാർ കൂടുതൽ പോവുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ടേക്കുള്ള ആൾക്കാരെ വരവ് നല്ലോണം കുറയുകയും ചെയ്തിട്ടുണ്ട്. അത് ടൂറിസ്റ്റ് ഇവർ ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ. അവർക്കിതൊരുപാട് അടിയായിട്ടുണ്ടെന്നാണ് പിന്നെ ഇടില്ലവരൊക്കെ പറയുന്നത്.